അടിമത്തത്തിൻ ചെങ്ങല വെട്ടിപ്പൊട്ടിക്കാനും പുതിയൊരു മനുഷ്യനെ ഉണ്ടാക്കാനും വരുന്നുവോ താൻ കൂടെ എന്ന് ചോദിച്ചിട്ടുണ്ട് പി ഭാസ്കരൻ. ഇന്ന് മെയ് 1 തൊഴിലാളി ദിനമാണ്. തൊഴിലാളികൾ നേരിടുന്ന ലോകമെമ്പാടും അസംഘടിതരായ തൊഴിലാളികൾ നേരിടുന്ന തൊഴിൽ ചൂഷണത്തിനെതിരെ തൊഴിലാളികൾ ഉയർന്നു നിൽക്കേണ്ട സമയം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, 8 മണിക്കൂറായിരുന്ന ജോലി 12, 13, 14 മണിക്കൂറായി മാറുന്ന കാഴ്ച നമ്മൾ ചുറ്റും കാണുന്നുണ്ട്. നോയിഡയിൽ തുടങ്ങിയൊരു സമരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ പല മാധ്യമങ്ങളും പല വാർത്താ തിരക്കുകൾക്കിടയിലും വിട്ടുപോയി. അങ്ങനെ വിട്ടുപോകാൻ പാടില്ലാത്ത സമരമായിരുന്നു. 80ഓളം സ്ഥാപനങ്ങളിൽ നിന്നും തൊഴിലാളികൾ പണിയെടുപ്പിൽ അവർ സമരം പ്രഖ്യാപിച്ചിറങ്ങിയത് അവർക്ക് കിട്ടുന്ന വേതനം 12,000 രൂപയിൽ നിന്ന് 16,000, 20,000, 25,000 ഉയർത്തണമെന്നുള്ളതാണ്. പക്ഷേ ആവശ്യമൊന്നും കമ്പനികൾ കേട്ടില്ല. ചില കമ്പനികൾ വഴങ്ങി, ചില കമ്പനികൾ വഴങ്ങിയില്ല. നോയിഡയിൽ തുടങ്ങിയ സമരത്തിന്റെ അഗ്നി ഈ ദിനത്തിലും ആളുന്നുണ്ട്. പലയിടങ്ങളിൽ നിന്നും പണിമുടക്കുകളുടെ വാർത്ത കൂടി വരുന്നുണ്ട്. ലോകം മറ്റൊരു ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. അതിനിടയിൽ ഒരു പുതിയ വാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ പരിചയപ്പെടുത്താം. പുതിയ വാക്കൊന്നുമല്ല, ജപ്പാനിലൊക്കെ പരിചിതമായിരുന്ന ഒരു വാക്കാണ്. കരൂഷി എന്നാണ് ആ വാക്ക്. കരൂഷി, ഖുറേഷി എന്ന് കേട്ടിട്ടുണ്ട് അല്ലേ, ലൂസിഫർ എന്ന സിനിമയിൽ. പക്ഷേ ഇത് കരൂഷി എന്നാണ്. കരൂഷി എന്ന് പറഞ്ഞാൽ അമിതാധ്വാനം കൊണ്ടുള്ള മരണത്തെയാണ് കരൂഷി എന്ന് പറയുന്നത്. നമ്മൾ അറിയില്ല, പണിയെടുത്ത് ചാവുന്ന പരിപാടി, അതാണ് കരൂഷി. അത് ജപ്പാനിലെ മനുഷ്യരോട് ചോദിക്കൂ, അവരൊരു കാലത്ത് അങ്ങനെയായിരുന്നു. ഇപ്പോൾ അവർ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും വിശ്രമത്തെക്കുറിച്ചും ഒക്കെ വലിയ സ്വപ്നങ്ങളും നെയ്യുന്നുണ്ട്. അവർ അനുഭവിക്കുന്നുണ്ട്. ഇപ്പോൾ കരൂഷി എന്ന് പറഞ്ഞാൽ നിങ്ങൾ അറിയാതെ നിങ്ങളെ ചൂഷണം ചെയ്യുന്ന മുതലാളിക്ക് വേണ്ടി തൊഴിലാളി മരിക്കുന്ന അവസ്ഥയാണ് കരൂഷി.